ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു എൻട്രി എടുക്കാനുള്ള പ്ലാനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റൊക്കെ അത്യാവശ്യം നല്ല ബെയറിഷാണ്, നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്, വാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ കുറച്ച് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. സോ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ താഴേക്ക് ഒരു എൻട്രി എടുക്കാനുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു അവിടെ എത്തുമ്പോൾ 24,900 എടുക്കാനായിരിക്കും നല്ലത്. അതിൻ്റെ മേലേക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അവിടെ എത്തുന്ന സമയത്ത് എൻട്രി നോക്കുകയാണെങ്കിൽ 25,000 എടുക്കുന്നതായിരിക്കും നല്ലത്. സോ നിലവിലിപ്പോൾ ഈ ഏരിയ ആയതുകൊണ്ട് നമുക്ക് 24,900 നോക്കി നോക്കാം. അവിടെ നിന്ന് എൻട്രി കിട്ടുകയാണെങ്കിൽ 24,900 എടുക്കാം. അതെല്ലാം മേലേക്ക് പോയിട്ടാണ് എൻട്രി വരുന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് നമുക്ക് മാറ്റാം. സോ 24,900 പുട്ട് ഓപ്ഷൻ ഏകദേശം 96-98 റുപ്പീസിൽ റേഞ്ചിലാണുള്ളത്. ഇന്ന് എക്സ്പയറി ഡേ ആണ്. സോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് വെക്കാം. സ്ട്രൈക്ക് 25,000 അല്ല, 25 അല്ല, 24 അല്ലേ? ഓക്കെ, 24,000 ആണ്. 24,900 പുട്ട് ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അത് ബൈ കൊടുക്കാം. ക്വാണ്ടിറ്റി 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ. ഓക്കെ, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാം. എൻട്രി വന്നിട്ടൊന്നുമില്ല. എൻട്രി വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റെഡിയാക്കി വെച്ചു എന്നുള്ളൂ. കുറച്ച് ചെറിയ 1 മിനിറ്റിലുള്ള ചെറിയ ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ഹയർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ഒന്നുമല്ല. മാർക്കറ്റ് നല്ല രീതിയിൽ ബെയറിഷായി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ട്രെൻഡിനനുസരിച്ചിട്ട് ട്രെൻഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ താഴേക്ക് തന്നെ ഒരു എൻട്രി ചെറിയ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞത്. സോ ഏതെങ്കിലും ഒരു ചെറിയ ലിക്വിഡിറ്റി എടുത്താൽ മതി. എടുത്താൽ ഡയറക്റ്റ് എടുക്കുന്നല്ല, എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ ഒരു എൻട്രി താഴേക്ക് എടുക്കാം. സോ 6 പോയിൻ്റ് SL എന്ന് പറയുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആയിട്ട് വരും. 6 പോയിൻ്റ് SL പറയുമ്പോൾ വളരെ കുറവായിരിക്കും. ഇന്നിപ്പം എക്സ്പയറി ഡേയും അതിൻ്റെ കൂടെ ഈ വാറിൻ്റെ ഇതൊക്കെ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്. ഹ്യൂജ് ഫാളും കാര്യങ്ങളൊക്കെ വന്നിട്ട്. സോ ഇത്ര ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്നൊക്കെ SL അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന സെറ്റപ്പിലേക്ക് 6 പോയിൻ്റ് SL വെച്ച് എടുക്കുന്ന സമയത്ത് ഹ്യൂജ് മൊമെൻ്റ് ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പം 6 പോയിൻ്റ് SL വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു വിക്ക് വന്നാൽ തന്നെ ചിലപ്പോൾ SL അടിച്ച് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ടാർഗറ്റ് വരുമ്പോഴും അത്യാവശ്യം നല്ല ഹ്യൂജ് ടാർഗറ്റും വരും. SL ആണെങ്കിൽ പെട്ടെന്ന് അടിക്കും, ടാർഗറ്റ് ആണെങ്കിലും നല്ല ഹ്യൂജ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ. സോ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് രാവിലെ ഓപ്പൺ ആയ സമയത്ത് ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് പിന്നെ അത്യാവശ്യം മേലേക്ക് ഒന്ന് കയറിയിരുന്ന്, ആ കയറിയതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ കൺസോൾട്ടേറ്റ് ആയി മാറി നിന്ന് ഒന്ന് സ്റ്റേബിളായി, ചെറുതായിട്ടൊന്ന് സ്റ്റേബിളായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രാവിലെ പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. 1 മിനിറ്റിലുള്ള ചെറിയ ലിക്വിഡിറ്റി ഏരിയ ആണ്. അത് ടാപ്പ് ചെയ്യാണ്ട് വരുന്നുണ്ട്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ് കൂടുതൽ. സോ അവിടുന്ന് ഒരു ട്രേഡ് നോക്കാം. അവിടുന്ന് ഡയറക്റ്റ് ട്രേഡ് നോക്കുന്നില്ല, കുറച്ച് നേരം നോക്കിയിട്ട് എല്ലാ കണ്ടീഷൻസൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് നോക്കുന്നുള്ളൂ. മാർക്കറ്റ് നമ്മളല്ല എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് മാർക്കറ്റ് സംഭവിച്ചതല്ല. നോർമലി വാറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഗ്ലോബലി എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസൊക്കെ വരുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് സാധാരണ നല്ല രീതിയിൽ ഹ്യൂജ് ഫാൾ വരലുണ്ട്. അതേപോലെ തന്നെ ഗോൾഡും സിൽവറൊക്കെ നല്ല രീതിയിൽ റൈസും ആവലുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ന് ഉണ്ടായത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പം, മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയപ്പം സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഹ്യൂജ് ഫാളും വന്ന് അതേപോലെ ഗോൾഡും സിൽവറും നല്ല രീതിയിൽ മേലേക്കും പോയിട്ടുണ്ട്. സോ ഞാൻ ലോങ് ടേമിൽ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യൽ. അതായത് ചെറിയൊരു ആവറേജ് ഒരു ഐഡിയ പറഞ്ഞുതരാം ഞാൻ ലോങ് ടേമിൽ ചെയ്യുന്ന. ഇങ്ങനത്തെ വാറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ വന്നിട്ട് ഗ്ലോബലി മാർക്കറ്റ് നല്ല രീതിക്ക് ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. സ്റ്റോക്കിൽ എന്ന് വെച്ചാൽ അത്യാവശ്യം ഡിവിഡൻ്റൊക്കെ കിട്ടുന്ന കുറച്ച് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിടും. താഴെ വന്നിട്ട് ബൈയിങ് ലെവൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ചാർട്ടിലും, ഞാൻ സെലക്ട് ചെയ്ത എല്ലാ ചാർട്ടിലും. അപ്പോൾ അത് ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മേടിച്ചിടും. പിന്നെ അത് മറക്കും, അത് അവിടെ വെച്ചേക്കും. പിന്നെ സെല്ലിങ്ങിൻ്റെ പരിപാടിയില്ല, ലോങ് ടേമിലേക്ക് മേടിച്ചിടുന്നുണ്ടോ. അതേപോലെ മറ്റേ ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ച് വരുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് നല്ല ഹ്യൂജ് ബുള്ളിഷായി പോകുന്ന സമയത്ത് ഗോൾഡ് അത്യാവശ്യം താഴേക്ക് വരും. അങ്ങനെ ഗോൾഡ് വരുന്ന സമയത്ത് ഗോൾഡ് മേടിച്ചിടും. പിന്നെ മേലേക്ക് പോകുന്ന സമയത്ത് ഗോൾഡ് മേലേക്ക് പോകും. സോ അത് രണ്ടും വിൽക്കലില്ല, രണ്ടും മേലേക്ക് പോകുമ്പോൾ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ. ആ രീതിയിലാണ് ലോങ് ടേമിൽ ചെയ്യല്. ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനത്തെ വാറിൻ്റെ സിറ്റുവേഷൻസൊക്കെ വരുമ്പം ബൈ ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, എന്തായാലും നമ്മളെ എൻട്രി ഇതുവരെ വന്നില്ല, ആയിട്ട് ടാപ്പ് ചെയ്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണി ആയിട്ടുണ്ട്, 13 മണി 1 മണി ആയിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് നേരം മാർക്കറ്റ് ഇല്ല ഇനി, അതുകൊണ്ട് ഇതുവരെയുള്ള എൻട്രീസും കാര്യങ്ങളൊന്നും എൻട്രി ഉണ്ടോ നോക്കിയിട്ടുമില്ല, എടുക്കാൻ പറ്റിയിട്ടുമില്ല.
ഇതുവരെ ഇന്ന് എൻട്രി രാവിലെ നമ്മൾ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഓർഡറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ എൻട്രി കിട്ടിയില്ല, അതുകൊണ്ട് അതെടുത്തില്ല. ഇപ്പം പുതിയൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഇവിടെ കാണാം 24/750 പുട്ട് ഓപ്ഷനാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു പ്രീമിയം ഒന്ന് അത്യാവശ്യം താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം താഴേക്ക് വരികയും ചെയ്യും. അതേപോലെ നിഫ്റ്റിയിൽ മേലെ പോയിട്ട് ഒരു ലിക്വിഡിറ്റിയും കൂടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം 24/750 പുട്ട് ഓപ്ഷനിൽ. എന്തായാലും ഇന്ന് ബെയറിഷ് ട്രേഡ് മാത്രമേ നോക്കുന്നുള്ളൂ, കോൾ ഓപ്ഷനെ പറ്റി ചിന്തിക്കുന്നില്ല, കോൾ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കിയില്ല, ബെയറിഷ് ട്രേഡ് മാത്രമേ നോക്കുന്നുള്ളൂ. എന്തായാലും കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. മാർക്കറ്റ് മേലേക്ക് വരുന്നുണ്ട്, നമ്മളെ പ്രീമിയം ഒന്നും കൂടെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട്, ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മേലേക്ക് പോകുമ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം. സോ പ്രീമിയം അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, തൊട്ട് മുന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് നിഫ്റ്റിയും പോയിട്ടുണ്ട്. സോ അവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രീൻ്റെ പ്രൈസ് നമുക്ക് കിട്ടി, എൻട്രി എടുത്തോടത്ത് നിന്ന് അപ്പം തന്നെ നല്ല മൊമെൻറ്റം വരുന്നുണ്ട്. 87.85 നമ്മൾ എൻട്രി ചെയ്യുന്നത്. 87.85 എന്ന് പറയുമ്പം ഏകദേശം ടിപ്പിലാണെന്നുണ്ട് നമുക്ക് എൻട്രി വന്നത്. 87.85 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ടിപ്പിലാണ് നമുക്ക് എൻട്രി വന്നത്. അത്രയും ടിപ്പ് പറഞ്ഞാൽ അത്രയും ടിപ്പിലാണ് എൻട്രി വന്നത്. സോ 87.85 അവിടെ നിന്ന് എൻട്രി വന്നു. 6 പോയിൻറ്റ് SL, 30 പോയിൻറ്റ് ടാർഗറ്റ്. ഇന്നത്തെ ടാർഗറ്റ് ശരിക്കും നല്ല ലെവൽ എന്ന് പറഞ്ഞത് ഡേലോ ആണ് അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ കൊണ്ട് ഞാൻ നോക്കിയിട്ട് പാകം പോലെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഡേലോ അടിക്കുമ്പോൾ എന്തായാലും ഇതിൽ 30 പോയിൻറ്റ്സ് കിട്ടും എന്നുള്ളത് ഷുവറാണ്. 24/7 ഡേലോ അടിക്കുന്ന സമയത്ത് എന്തായാലും 30 പോയിൻറ്റ്സ് കിട്ടും. സോ 1:5 എബവ് ഉണ്ടാവും. പിന്നെ അതല്ലാതെ വേറെ ലിക്വിഡിറ്റി ഏരിയ ഉള്ളത് ഒരു സ്വിംഗ് ലോ ഉണ്ട് ഈ ഒരു റേഞ്ചിൽ, ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ 24,679.1 ഒരു സ്വിംഗ് ലോ ഉണ്ട്. അതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. പിന്നെ അടുത്ത ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞത് ഡേലോയും ആണ്. സോ ശരിക്കും ടാർഗറ്റ് ഡേലോ വെക്കുന്നത് തന്നെ നല്ലത്. ഡേലോ വെക്കുക എന്നുള്ള പ്ലാനിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. 30 പോയിൻറ്റിലും കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡേലോ എത്തേണ്ടി വരും. പിന്നെ ഇന്ന് നോർമൽ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല, 30 പോയിൻറ്റ് വേണമെന്നൊന്നുമില്ല. അതിലും കുറവാണെങ്കിലും ശരി, ഞാൻ ആ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ ആയിട്ടുള്ള 24,679 ടാപ്പ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യും. ഇന്ന് തന്നെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ബെയറിഷുമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വന്ന ട്രേഡാണ്. സോ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡേലോ കുറച്ചും കൂടെ വലിയൊരു ടാർഗറ്റ് വെക്കുക, അതുകൊണ്ടാണ് ഡേലോ ടാർഗറ്റായിട്ട് വെക്കുന്നത്. പിന്നെ ഈ തൊട്ടടുത്തുള്ള ലോ ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇത് കിട്ടിയില്ല എന്ന് വരും, നമ്മൾ വിചാരിച്ച പോലെ 30 പോയിൻറ്റ്സ് കിട്ടില്ല എന്ന് വരും. ഞാൻ 30 കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ടാർഗറ്റ് വെക്കുന്ന ഡേലോ ആണ്. സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. മാർക്കറ്റ് ഒന്ന് നല്ല രീതിക്ക് ഗ്യാപ്പ് ഡൗൺ ആയി ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് മേലേക്ക് കയറി ഡേ ഹൈ എടുത്ത് ഫസ്റ്റ് 15 മിനിറ്റ് അതിൽ ഡേ ഹൈ 2 റേസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താഴേക്ക് തന്നെ വരാനായിരിക്കും ഇനിയും പ്രോബിലിറ്റി. എന്തായാലും ലേറ്റസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഞാൻ ബാക്കിയുള്ളത് ട്രേഡ് എന്താണെന്നുള്ളത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ. മാർക്കറ്റ് നമ്മളെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, ഡേലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര 30 പോയിൻറ്റ്സിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാം 15,000 റുപ്പീസ് നമുക്ക് ഇതിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 15,034.5 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 87 വാങ്ങി 126.4 നമ്മൾ സെല് ചെയ്ത്. 126.4 എന്ന് പറഞ്ഞാൽ 126.4 ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ സെല് ചെയ്ത്. അതിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 38 പോയിൻറ്റ്സ് ഉണ്ട്, ഓൾമോസ്റ്റ് 40 പോയിൻറ്റ്സിൻ്റെ അടുത്തുണ്ട്. റിസ്ക് റിവാർഡ് 6.5 റിസ്ക് റിവാർഡുള്ള ട്രേഡാണ്. അത്യാവശ്യം നല്ല അടിപൊളി ട്രേഡ് തന്നെയാണ്. ഇനി ഡെയിലി നമ്മൾ ടാർഗറ്റ് വെച്ച് ആ ടാർഗറ്റ് അടിച്ചപ്പോഴാണ് നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തത്. സോ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഇന്നിപ്പോൾ വേറെ ട്രേഡ് കിട്ടുമോ ഇല്ല എന്നുള്ള അറിയില്ല. ഈ ട്രേഡിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ 13:01 1 മണിക്ക് എടുത്തിട്ട് 1:01 എടുത്തത്. 1:52 ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായി ഈ ട്രേഡ്. കുറേ നേരമായിട്ട് ഇങ്ങനെ കളിച്ചിട്ടാണ് വന്നത്. 15,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് 1 മണിക്കൂർ എടുത്തിട്ടാണ്. ഓക്കെ,
സോ ഇന്ന് ഞാൻ ശരിക്കും വിചാരിച്ചത് ഒന്നെങ്കിൽ പെട്ടെന്ന് ടാർഗറ്റ് അടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് എസ് എൽ അടിക്കുന്നതാണ്. കാരണം നോർമലി ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഹ്യൂജ് വോളറ്റൈലായിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മൊമെൻ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇന്ന് എക്സ്പയറി ഡേയും കൂടെ ആയതുകൊണ്ട് ഹ്യൂജ് മൊമെൻ്റ് ഉണ്ടാവാനാണ് ചാൻസ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സംഭവിച്ചത്. നോർമലി ഉള്ള പോലെ തന്നെ മെല്ലെയാണ് മാർക്കറ്റ് വന്ന് ടാർഗറ്റ് അടിച്ചത്. എന്തായാലും നമ്മൾ ടാർഗറ്റ് അടിച്ചു. ഇനിയും ചിലപ്പോൾ ബെയറിഷായി പോവാം, അല്ലെങ്കിൽ മേലേക്ക് കയറാം, എന്ത് വേണം സംഭവിക്കാം. മാർക്കറ്റ് ഓവറോൾ ബെയറിഷ് ആയതുകൊണ്ടും യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ താഴേക്ക് തന്നെ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഡേലോ ലിക്വിഡിറ്റി ഒക്കെ എടുത്തുകൊണ്ട് ഒന്ന് താഴെ നിന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം മേലേക്ക് കയറി വരാനാണ് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ അതിനൊന്നും നിൽക്കില്ല. നമ്മൾ പ്രോപ്പർ എൻട്രി, പ്രോപ്പർ ടാർഗറ്റ് എവിടെയാണ് വെച്ചത് അവിടെ തന്നെ പ്രോപ്പറായിട്ട് എക്സിറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർച്ചിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് തോന്നുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റ് അന്ന് മൺഡേ മാർച്ച് 2 ആണ്. സോ ഇന്നലെ സൺഡേ ആണ്. ഇനി മാർച്ചിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. മാർച്ചിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ തന്നെ അത്യാവശ്യം ഹ്യൂജ് പ്രോഫിറ്റാണ് നമുക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ബുക്ക് ചെയ്ത്. സോ മാർച്ച് എന്തായാലും നല്ല സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി മന്തിൽ P&L ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ കൊടുക്കാം. ഫെബ്രുവരി മന്ത് ഞാൻ ട്രേഡ് ചെയ്തിട്ട് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത്, ഓവറോൾ പ്രോഫിറ്റ് എത്ര കിട്ടി എന്നുള്ളത്. അതിൽ ഫെബ്രുവരി മന്ത് ഞാൻ യൂസ് ചെയ്ത ക്യാപിറ്റൽ 4,50,000 ആണ്. സെയിം ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഈ മന്ത് ചെയ്യുന്നത്, മാർച്ചിലും ചെയ്യുന്നത്. സോ ആ ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് കഴിഞ്ഞ മാസം എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ചാനലുണ്ട്. അപ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആയതുകൊണ്ട് യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വീണ്ടും ബെയറിഷ് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് വല്ലാതെ അങ്ങോട്ട് ബെയറിഷായി പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി മാർക്കറ്റ് നല്ല രീതിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യനെ വല്ലാണ്ട് ബാധിച്ചില്ലല്ലോ യുദ്ധം. മീൻസ് ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് ഒന്നും വരാത്തതുകൊണ്ട് ചിലപ്പം ഈ ഒരു റേഞ്ചിലൊക്കെ വെച്ച് ഒന്നെങ്കിൽ ഇവിടെ തന്നെ വെച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് മേലേക്ക് കയറാനൊക്കെയാണ് ചാൻസ്. കാരണം ഇന്ന് തീരെ മേലെ കയറില്ലല്ലോ, അത്രയും നല്ല ഫാളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യാനല്ലേ കുറച്ചൊന്ന് മേലെ കയറാനാണ് ചാൻസ്. അതുകൊണ്ട് ഇനി നമ്മളെന്തായാലും ട്രേഡ് നോക്കുന്നില്ല. ഇന്നെന്തായാലും ബുള്ളിഷ് ട്രേഡ് എന്തായാലും കൺസിഡർ ചെയ്യുന്നില്ല, ഞാൻ രാവിലെ തീരുമാനിച്ചാണ്. പിന്നെ ബെയറിഷ് ട്രേഡിന് ഇനി വലിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് ഇനി ഒരു ബെയറിഷ് ട്രേഡ് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്നിനി എന്തായാലും വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ മാർക്കറ്റൊക്കെ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയലോ എടുത്തതിന് ശേഷം, ഡയലോ എടുത്ത് നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ താഴേക്ക് വേണ്ടി ഒരു ചെറിയ മൊമെൻറ്റും കൂടെ തന്നു. അതിനുശേഷം പിന്നെ ബുള്ളിഷായി മേലേക്ക് കയറി വരിക ചെയ്തത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മേലെ കയറിയിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊക്കെ നമ്മൾ പിന്നെ ഇത്ര കയറിയില്ല, ഇവിടെ ലിക്വിഡിറ്റി എടുത്ത് ഇതൊക്കെ ചെറിയ ലിക്വിഡിറ്റി ഏരിയസാണ്. സോ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ എടുത്ത് സോ ഇനി താഴേക്ക് എൻട്രി നോക്കാൻ വിചാരിച്ച് ഇവിടെ നിന്നൊക്കെ എടുത്തെന്ന് വെച്ചാൽ SL അടിക്കുള്ളൂ. അതേപോലെ ഇവിടുന്ന് എടുത്താലും ഇവിടെ നിന്നൊക്കെ എടുത്താൽ ചിലപ്പോൾ കിട്ടിയേക്കും. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു മൊമെൻ്റൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയേക്കും. പക്ഷെ എന്നാലും അത്യാവശ്യം റിസ്ക്കി ആയിട്ടുള്ള ട്രേഡാണ് അതൊക്കെ. അതുകൊണ്ടാണ് ഇന്ന് വേറെ ട്രേഡൊന്നും ഇല്ല ഇവിടെ കാണാം. ഇന്ന് രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ, വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇന്ന് എടുത്തിട്ടില്ല. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ട്രേഡും ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ ഇന്നത്തെ നമ്മളെ പ്രീമിയം ഫുള്ള് 0 ആയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തോടത്ത് നിന്ന് ഇവിടെ കയറിയപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ അത്യാവശ്യം ഹ്യൂജ് മൊമെൻ്റ് മേലെ കയറിയിട്ടുണ്ട്. അതായത് നമ്മൾ ബുക്ക് ചെയ്ത് 38 പോയിൻറ്റ്സ് ആണ്. വീണ്ടും അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 38 പോയിൻറ്റ്സ് ഒക്കെ, അതായത് നമ്മളെ ഇതിൻ്റെ ഡബിൾ കിട്ടേണ്ട ഒരു മാർച്ച് 3 നാളെ മാർക്കറ്റ് ലീവാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. എന്തേനും ഇതിൻ്റെ കാരണം എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നാളെ എന്തായാലും മാർക്കറ്റ് ഓൺ അക്കൗണ്ട് ഹോളി ആയിട്ട് നാളെ ലീവാണ് മാർക്കറ്റ്. സോ നാളെ വീഡിയോ ഉണ്ട്. നാളെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ കണ്ടന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാണ്ട്. നാളെ ട്രേഡിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ ചിലപ്പോൾ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യേണ്ടില്ല, ഇനി കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യുന്നതൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മൾ പ്രോപ്പർ ടാർഗറ്റ് വെച്ചത് ഈ ഏരിയയാണ്, ഡയലോ ആണ്. ഇനി അവിടെ ടാപ്പ് ചെയ്തോ അവിടുന്ന് എക്സിറ്റ് ചെയ്തിരിക്കണം. പിന്നെ അവിടുന്ന് മേലേക്ക് പോയാലും കുഴപ്പമില്ല, താഴേക്ക് പോയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഹോൾഡ് ചെയ്യാനെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഇൻ കേസ് നമ്മളിത് ഹോൾഡ് ചെയ്ത് വെച്ചായിരിക്കാം. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാതെ കോസ്റ്റ് കൊണ്ട് വെച്ചിട്ട് ഇനി പോണോടത്തോളം പോട്ടെ, യുദ്ധമാണല്ലോ, എത്ര വേണം പോയിക്കോട്ടെ, ഇനി കോസ്റ്റ് എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എത്ര പോണോടത്തോളം പോകട്ടെ എന്നൊക്കെ വിചാരിച്ച് വെച്ചെന്ന് വെച്ചാൽ ആ സാധനം അത്യാവശ്യം താഴേക്ക് മേലെ കയറി പിന്നെ അവിടെ അങ്ങനെ കൺസോൾട്ട് ചെയ്ത് നിന്നിട്ട് ഒരൊറ്റ ഫാളാണ്. ആ ഫാളിൽ നമ്മളെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി ടെൻഷൻ അടിച്ച് നമ്മളെ ജീവനൊക്കെ പകുതി ഇല്ലാണ്ടായി ഉണ്ടാവും. കാരണം അതിൽ ക്യാൻഡിൽ നീ ഒരൊറ്റ ക്യാൻഡിലാണ് 62 ഇവിടെ പോയി നോക്കി കാണാൻ എത്ര പോയിൻ്റാണുള്ളത്. 62 പോയിൻറ്റ്സ് ഈ ഒരൊറ്റ ക്യാൻഡിൽ താഴേക്ക് വന്നിട്ടുണ്ട്. സോ 62 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ടാർഗറ്റ് തന്നെ ആകെ 30 പോയിൻറ്റ്സാണ്. 1:5 ആണ്. ഇത് 38 ഉണ്ട്, അത് കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ നോർമൽ ടാർഗറ്റ് ഏകദേശം ഒരു ആവറേജ് ടാർഗറ്റ് പറഞ്ഞാൽ 1:5 ആണ്, അതായത് 30 പോയിൻറ്റ്സ് ആണ്. സോ അതിൽ ഡബിളാണ് ഒരു ക്യാൻഡിൽ താഴേക്ക് വരുന്നത്. അത് എക്സ്പയറി ഡേ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ചും കൂടെ കൂടും. ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് സാധനം 0 ആണല്ലോ. ഇതിപ്പോൾ 750 പുട്ട് ഓപ്ഷനാണ്. 750 പറഞ്ഞാൽ
750 പറഞ്ഞാൽ ഏകദേശം ഇവിടെയുള്ള സ്ട്രൈക്കാണ്. സോ ആ ഈ ഒരു 750 മേലാണ് ഈ പുട്ട് ഓപ്ഷൻ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രൈക്ക് 0 ആണ്. 750 മേലെ എവിടെ ക്ലോസ് ചെയ്താലും ഇത് 0 ആണ്. അപ്പോൾ ആ 750 അടുത്ത് ഇത് കുത്തനെ വരുന്ന സമയത്ത് ഇതിന് വേറൊരു വഴിയില്ല, ഇത് കുത്തനെ ഇറങ്ങി വരണം. 750 എത്തുന്ന സമയത്ത് 750 പറഞ്ഞാൽ ഇവിടെ ഈ റേഞ്ച് എത്തുന്ന സമയത്ത് ഇത് 0 ആണ് ഇവിടെ. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എത്ര ഉള്ളത്? ഇതിന് 100 പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ 100 പോയിൻ്റൊക്കെ ഡീക്കായി തീരാണ്ടത്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് മേലേക്ക് വരും. ഓക്കെ, സോ അത്രയ്ക്കാണ് ഇന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോൾ മാർക്കറ്റിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള മൊമെൻറ്റം ഇത് വേണ്ട. നമുക്ക് നിഫ്റ്റീൻ്റെ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇത്രയും മേലേക്ക് കയറി, ഇവിടെ നിന്ന് ഇത്രയും താഴേക്ക് വന്ന്, പിന്നെ ഇവിടെ നിന്ന് ഇത്രയും മേലേക്ക് കയറി, ഇത്രയൊക്കെ മൂവ്മെൻറ്റ്സ് മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അത് നമ്മളിപ്പോൾ ക്യാച്ച് ചെയ്ത് എത്ര, നമ്മൾ ട്രേഡിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ 13:1 13:52 ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. ഇത് അപ്പ് സൈഡിലേക്കുള്ള എൻട്രീൻ്റെയാണ്, ഡൗൺ സൈഡ് എൻട്രീൻ്റെ 13:1. ഓക്കെ, ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് 13:50 എത്രയാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്? അല്ല 20 അല്ല 50 അല്ലേ, 13:52. ഓക്കെ, ഈ ക്യാൻഡിലാണ് എക്സിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഇവിടുന്നാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. SL വളരെ ചെറിയ പോയിൻ്റാണ്, ആകെ ഒരു 10 പോയിൻ്റ് എന്നൊക്കെ വെക്കാം. 6 പോയിൻ്റാണ് പ്രീമിയത്തിൽ, ഇതിൽ LSL വെച്ച്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടായാൽ നമ്മൾ ക്യാച്ച് ചെയ്ത ആകെ ഈ ഒരു ചെറിയ മൊമെൻറ്റം മാത്രമാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ മൊമെൻറ്റൊക്കെ ക്യാച്ച് ചെയ്ത് എത്ര പ്രോഫിറ്റ് ഉണ്ടോ നമ്മളിങ്ങനെ ഈ രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ചെയ്ത് 15,000 റുപ്യ ഇട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെയൊക്കെ ക്യാച്ച് ചെയ്താൽ എത്ര ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും. അങ്ങനത്തെ ഒക്കെയുള്ള ഫാൾസ് എക്സ്പെക്റ്റേഷനാണ് പലരും മാർക്കറ്റിൽ വരുന്നതും. അതുകൊണ്ട് തന്നെയാണ് പലരും ട്രേഡിങ്ങിൽ 90% ആൾക്കാർ ലോസ് ഉണ്ടാക്കുന്നതും. ഇത്രയും മൂവ്മെൻറ്റ് ഉണ്ടായ മാർക്കറ്റിൽ ഈ ഒരു ചെറിയ ഏരിയ ക്യാച്ച് ചെയ്തിട്ട് തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെ, എന്നെ സംബന്ധിച്ച് ഇത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയാണ്. 15,000 റുപ്പീസ് 4,50,000 ക്യാപിറ്റൽ വെച്ചിട്ട് ഇതുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നോക്കിയാൽ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ 4,50,000 ആണ്. 15,000 ഡിവൈഡഡ് ബൈ 4,50,000 ഈക്വൽ ടു ഇൻറ്റു 100. 3.33% പ്രോഫിറ്റ് ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3% പ്രോഫിറ്റ് ഒരു ദിവസം കിട്ടുക പറഞ്ഞാൽ അത്യാവശ്യം ഹ്യൂജ് തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് എടുക്കാൻ നമ്മൾക്ക് ഇതിൽ വലിയ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരാവശ്യമില്ല. വളരെ ചെറിയ മൂവ്മെൻറ്റ്, അതും ഈ ക്യാപിറ്റൽ 4,50,000 വെച്ചിട്ട് ഞാൻ ഫുൾ ക്യാപിറ്റലൊന്നും യൂസ് ചെയ്യില്ല. ഡിപ്ലോയ്ഡ് ക്യാപിറ്റൽ വളരെ കുറവായിരിക്കും. ഡിപ്ലോയ്ഡ് ക്യാപിറ്റലും കൂടെ എത്ര ആയിരിക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കാണിച്ചു തരാം. കാൽക്കുലേറ്റർ എടുക്കും. ഡിപ്ലോയ്ഡ് ക്യാപിറ്റൽ വെച്ചാൽ ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ 87 റുപ്പീസാണ് ഈ ട്രേഡ് എടുക്കാൻ നമുക്ക് വേണ്ടി വന്നു. ആ കാൽക്കുലേറ്റർ ഞാൻ ക്ലോസ് ആക്കിക്കൊണ്ടല്ലേ. 87 റുപ്പീസ്. ഓക്കെ, 87 മൾട്ടിപ്ലൈഡ് ബൈ എടുത്ത ക്വാണ്ടിറ്റി 390 ആണ്. 390 ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു ആകെ 33,900 മാത്രമേ ഡിപ്ലോയ് ചെയ്യാൻ ആവശ്യമുള്ളൂ. ശരിക്കും എനിക്ക് ഈ ക്യാപിറ്റൽ വെച്ച് 4,50,000 വെച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി എടുക്കാമെന്നറിയാം? 4,50,000 വെച്ചിട്ട് ഡിവൈഡഡ് ബൈ 87 ചെയ്യുകയാണെങ്കിൽ 5,172 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഞാൻ ആകെ എടുത്തത് 390 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ വെച്ചിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി, ഫുൾ ക്യാപിറ്റൽ വെച്ചിട്ട് ഭയങ്കര അഗ്രസീവായിട്ടൊന്നും ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. റിസർവ് ഫണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആപ്റ്റായിട്ടുള്ള ചെറിയൊരു ക്വാണ്ടിറ്റി ട്രേഡ് എടുത്തിട്ട് അതിൽ തന്നെ ചെറിയൊരു മൊമെൻറ്റം മാർക്കറ്റിൽ ക്യാച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ഒരു ദിവസത്തെ പ്രോഫിറ്റ് ഇത്ര കണ്ടിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഓവറോൾ P&L കഴിഞ്ഞ മാസം എത്രയാണുള്ളത് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് അത് കണ്ടാൽ മനസ്സിലാവും.
സോ അങ്ങനെ ചെറിയ മൊമെൻറ്റ്, നമുക്ക് ആവശ്യമുള്ള ചെറിയ മൊമെൻറ്റ് മാത്രം മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ഈ മൊമെൻറ്റൊക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിച്ചാൽ മതി. ഇതിപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഞാൻ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും നോക്കാനത്. ചിലപ്പം ട്രേഡ് കിട്ടിയിട്ടുണ്ടോ, ചിലപ്പോൾ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. എന്തായാലും രാവിലെ അത്രയും ടൈമൊന്നും ട്രേഡ് ഇല്ല ഇനി. സോ ഇത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ മാർക്കറ്റിൽ. ഓവർ ഇതായിട്ട് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ആക്കി എല്ലാ മൂവ്മെൻറ്റും ക്യാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോയിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള മാത്രം എന്നെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.